വികസന സാധ്യതകളെ തകർത്തെറിഞ്ഞ MLAയുടെ ജനവിരുദ്ധ BJP ആറ്റിങ്ങൽ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി സുധീർ നയിച്ച ലോങ് മാർച്ച് പോലീസിന്റെ നേതൃത്വത്തിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ആറ്റിങ്ങൽ MLAയുടെ ഭരണവീഴ്ചയും വികസന മുരടിപ്പും ചൂണ്ടിക്കാട്ടിയാണ് BJP കിളിമാനൂരിൽ നിന്നും ആറ്റിങ്ങലിലേക്ക് ലോങ് മാർച്ച് നടത്തിയത്. ആറ്റിങ്ങലിൽ എത്തിയ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ വച്ചാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞത്. ആറ്റിങ്ങൽ MLA ഓഫീസിന് മുന്നിലെത്തിയ ലോങ് മാർച്ചിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു. ഇവിടെ OS അംബിക ഇവിടുത്തെ MLA, ഈ MLA നിയമസഭയിൽ പോയിട്ട് നിയമസഭയിൽ നിന്നുകൊണ്ട് ഈ ആറ്റിങ്ങലിലെ ജനതയ്ക്ക് വേണ്ടി എന്ത് ശബ്ദിച്ചു, എന്ത് പറഞ്ഞു, എന്തെങ്കിലും ഒരു പ്രത്യേക ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അമ്പിയെ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഒന്ന് നിങ്ങൾ ആരെങ്കിലും വിവരാവകാശം അനുസരിച്ച് ഒന്ന് ചോദിച്ചാൽ കിട്ടും. എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? ഈ ആറ്റിങ്ങലിന് വേണ്ടി വല്ലതും ചോദിച്ചോ? ആറ്റിങ്ങലിലെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും സർക്കാർ ചെയ്തു തരണം എന്ന് ആവശ്യപ്പെട്ടോ? ഏതെങ്കിലും തരത്തിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ചില വിവരങ്ങളെങ്കിലും പറഞ്ഞോ? ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറായോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രിയോട് ഈ ആറ്റിങ്ങലിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ സർക്കാരിന് എന്ത് നിവേദനമാണ് നൽകിയിരിക്കുന്നത്? BJP നേതാക്കളായ റജികുമാർ, TN സ്വരാജ്, അഡ്വക്കേറ്റ് ഷൈൻ ദിനേശ്, രാജേഷ് മാധവൻ, ഇലകമൺ സതീശൻ, വക്കം അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. MLA അംബിക നമുക്ക് മതിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കിളിമാനൂർ രാജാ രവിവർമ്മയുടെ കിളിമാനൂരിൽ നിന്നും ആരംഭിച്ച് ആറ്റിങ്ങൽ മഹാറാണി വാഴുന്ന ആറ്റിങ്ങലിലാണ് നമ്മുടെ ഈ ലോങ് മാർച്ച് അവസാനിക്കുന്നത്. ഇന്ന് ഈ ഗ്രാമങ്ങളിലൂടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ MLA 5 വർഷക്കാലമായി MLA കാണാനില്ല. 70 കോടി രൂപ ഇവിടെ ചെലവഴിച്ചു എന്ന് പറയുന്നത് എവിടെ എന്ന് നാട്ടുകാർ ചോദിച്ചുകൊണ്ട് ആവേശോജ്വലമായിട്ട് ഗ്രാമവാസികൾ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ നമ്മുടെ ആറ്റിങ്ങൽ നിയമസഭാ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള പി സുധീറിന് ആയിരങ്ങളുടെ ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് ഈ ലോങ് മാർച്ച് MLAയുടെ ഓഫീസിലേക്കാണ് നടത്തേണ്ടത്. പക്ഷേ ആറ്റിങ്ങലിൽ MLAക്ക് ഒരു ഓഫീസില്ല, അത് പാർട്ടി ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.